അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? സുഖല്ലേ? അൽഹംദുലില്ലാഹ്. ഇന്നത്തെ ക്ലാസ്സിന്റെ സെറ്റപ്പ് വ്യത്യാസമുണ്ടല്ലേ? മാറ്റമുണ്ട്. സാധാരണ ഉസ്താദ് വരുന്ന രീതിയിലല്ല ക്ലാസ്. ആയിക്കോട്ടെ, നിങ്ങളൊക്കെ ഉഷാറായിട്ട് ഇരിക്കുന്നത്, നന്നായിട്ട് ഉഷാറായിട്ട് ഇരിക്കണം. അൽഹംദുലില്ലാഹ്. ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് പുസ്തകം കൊടുത്തിട്ടുള്ളത്. അതായത് അങ്ങനെ ക്ലാസ് എടുക്കാൻ ക്ലാസ് കൊണ്ട് തന്നെ തിരഞ്ഞെടുക്കേണ്ടായ കാരണം എന്താണെന്നുള്ളത് ഓർമ്മക്ക് ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാവും. ഉഷാവും അത് പറയാം. അതിനു മുമ്പ് ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിക്കണം, പഠിക്കണം, ശ്രദ്ധിക്കണം. ഇന്ന് നമുക്ക് ചെറിയൊരു ക്ലാസ്സാണ്. അത് ചില വാക്കുകളുടെ മാറ്റങ്ങൾ, വായനയിലും എഴുത്തിലുള്ള മാറ്റങ്ങൾ. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ രീതിയിൽ ക്ലാസ് ഉള്ളത്. വായനയിലും എഴുത്തിലും വരുന്ന മാറ്റങ്ങൾ അത് നന്നായിട്ട് പഠിക്കണം. നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ പല അക്ഷരങ്ങളും പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്തെല്ലാം പഠിച്ചിട്ടേ അക്ഷരങ്ങൾ പഠിച്ചു. അതിന് 19 ദിവസവും ഒന്നും നൽകുമ്പോൾ എന്താണ് വായിക്കാൻ പഠിച്ചു. പിന്നെ അത് നീട്ടി വായിക്കേണ്ടത് എങ്ങനെ ഇടുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പഠിച്ചിട്ടില്ലേ? ഒരു ഉദാഹരണത്തെ പറയാം. ഒരു മിനിറ്റ്. ഇവിടെ കുറച്ച് കാണുന്നുണ്ട്, കുറച്ച് വാക്കുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്, കുറച്ച് വാക്കുകൾ കാണുന്നു. അത് അവിടെ നിൽക്കട്ടെ. അതിന് പുറമെ ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയാം. ഫത്തഹിട്ടാൽ ഇതിനെ ഫത്തഹ് എന്ന് പറയാം. ഇതിനെ നീട്ടാൻ എന്താണ് അതിന് കൂടെ ഒരു അലിഫ് ചേർത്ത് കൊടുത്താൽ മാ എന്ന് വായിക്കുന്നത് നമ്മൾ പഠിച്ചു. മാ എന്ന് പറയും. ഇനി അതിനെ ഇതിന് കൂടെ ഒരു യാവ് ചേർത്താൽ മീ എന്ന് വായിക്കുന്നത് നമ്മൾ പഠിച്ചു. ഇനി അതിനെ നീട്ടാൻ ഒരു വാവ് കൊടുത്താൽ മൂ എന്ന് വായിക്കുന്നത് മാ മീ മു. എന്തായത് അലിഫ്. ഫത്തഹിനെ നീട്ടാൻ അലിഫ് കൊടുത്തു, കസ്റിനെ നീട്ടാൻ യാ കൊടുത്തു, ദമ്മനെ നീട്ടാൻ വാവ് കൊടുത്തു. അതാണ് നമ്മൾ പഠിച്ചത്. ശരിക്കും നോക്കി. നോക്കിയല്ലോ, മനസ്സിലായില്ലേ? മാ മീ മു. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഫത്തഹ് ഉണ്ടാവും, അതേപോലെ തന്നെ ഫത്തഹിനെ നീട്ടാൻ അലിഫ് ഉണ്ടാവും, കസ്റിനെ നീട്ടാൻ യാ ഉണ്ടാവും, ദമ്മനെ നീട്ടാൻ വാവ് പക്ഷെ നീട്ടൂല. അങ്ങനെ ചില വാക്കുകൾ വരുന്നുണ്ട്. അത് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഇതേ രീതിയിൽ ക്ലാസ് ഓരോ. ഇപ്പൊ മനസ്സിലായി അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ബോർഡിൽ. അതും ഒന്ന് നോക്കിയേ. വായിച്ചു തരാനുള്ളത് ഞാൻ വായിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് മനസ്സിലാകില്ല ഇവിടെ ശ്രദ്ധിച്ചോളൂ, നന്നായിട്ട് ശ്രദ്ധിച്ചു. ഇത് എന്നാ വായിക്കാം. അതിനെ വാവ് ചേർത്താൽ ഇവിടെ നമ്മള് മൂ, അതിനെ വാവ് ചേർത്ത് ഒന്നാണ് അൽഫിനിട്ടത് ഒന്ന്, അപ്പോഴാണ് ഊന്ന് വായിക്കാം. അതിനുശേഷം വാവ് ചേർത്താൽ ശരിക്കും എന്ത് വായിക്കണം? ഊ എന്ന് വായിക്കണം. അതേപോലെ തന്നെ ലാമിന് ലോമിട്ടപ്പോ ലൂ എന്ന് വായിച്ചു. അതിന് ലൊമ്മത്തിന് നീട്ടാൻ വാവിടെ കൊടുത്തത് ഊലൂ എന്ന് വായിച്ചു. മനസ്സിലാകുന്നുണ്ടല്ലോ? ഊലൂ എന്ന് വായിച്ചു. നമ്മൾ നീട്ടാൻ പഠിച്ച കണക്കനുസരിച്ച് ഇവിടെ വായിക്കേണ്ടത് ഊലൂ എന്നാണ്. എന്നാൽ ഇവിടെ നമ്മൾ നീട്ടാൻ പാടില്ല. അത് ചില സ്ഥലങ്ങൾ ഉണ്ട്. അങ്ങനത്തെ ആ സ്ഥലങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് എഴുതുന്നത്. ഊലൂൽ അൽബാബ് എന്ന് പറയാൻ പാടില്ല. പിന്നെ എന്താ പറയേണ്ടത്? ഉലുൽ അൽബാബ് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഉലുൽ അൽബാബ്, ഉലുൽ അൽബാബ്, ഉലുൽ അൽബാബ് എന്ന് പറയരുത്. ഇത് രണ്ടും ചേർന്ന്, അതായത് നീട്ടാനുള്ള അലിഫ് ലൊമ്മിന് നീട്ടാനുള്ളതാണ്. പക്ഷെ അവിടെ നീട്ടേണ്ടതില്ല. നീട്ടാതെയാണ് ഉച്ചരിക്കേണ്ടത്. ഉലുൽ അൽബാബ്. അപ്പൊ എങ്ങനെ വായിക്കാം? ഉലുൽ അൽബാബ് അല്ല, തെറ്റി. ഉലുൽ അൽബാബ് പറഞ്ഞോളി. ഉലുൽ അൽബാബ് എന്ന് പറയാം. ഉലുൽ അൽബാബ്, ഉലുൽ അൽബാബ് എന്ന് ഇനി പറയരുത്. മനസ്സിലായല്ലോ? എങ്ങനെ തന്നെയാണ് വായിക്കുക? ഉലുൽ അൽബാബ്
എല്ലാവരും പറഞ്ഞു നോക്കി. ആരോ ഊരു ഊരു എന്ന് പറയുന്നത് ഉലുൽ അൽബാബ്. ഉലുൽ അൽബാബ് മനസ്സിലാക്കണം. ബാബ് ബാ നീട്ടി ബാ പത്തേ അതിനെ അലിഫ് കൊടുത്തപ്പോ ബാ എവിടെയോ ഊ എന്ന് പറയുന്നത് ഈ വാക്കിൽ അങ്ങനെ പറയാൻ പറ്റും. ഉലുൽ അൽബാബ് എഴുത്തില് കാണാം, ലൊമ്മത്തിന് നീട്ടാനുള്ള വാവിനെ കാണാം, പക്ഷേ വായനയിൽ എന്ത് വരില്ല, അവിടെ ആ ഒരു നീട്ടല് വരില്ല. മനസ്സിലായല്ലോ? ഉലുൽ അൽബാബ് എന്നാണ് വായിക്കുക. ഇനി അത് നോക്കിയാൽ വേറെ ഇവിടെ അത് മനസ്സിലായല്ലോ? ഇത് വലിയ വാക്കുണ്ട് പഠിക്കുക. പിന്നെ ഇവിടെ ശരിക്കും നമ്മൾ വായിക്കേണ്ടത് എങ്ങനെയാണ് ശരിക്കും വായിക്കേണ്ടത്? കണ്ടാ വായിക്കേണ്ടതുണ്ടോ? വായനയുടെ രൂപം അതെന്നല്ല ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ എന്നാൽ ഇവിടെ വായിക്കുമ്പോ എന്ത് മാത്രമേ പറയുള്ളൂ? ഉച്ചാരണത്തിൽ വരില്ല. പറഞ്ഞേ ഇവിടെ ഊന്ന് കിട്ടരുത്, ഉലു എന്നേ പറയാൻ പാടുള്ളൂ. ഇവിടെ തെറ്റാണ്. പിന്നെ ഒരു വാക്കുകൂടെ മൂന്ന് കിട്ടിയ പോലെ എന്ന് നീട്ടണം. അല്ലേ? എന്ന് നീട്ടണം. എഴുത്തിൽ കാണുന്നത് പോലെയാണെങ്കിൽ എങ്ങനെ വായിക്കേണ്ടത്? എന്നാണ്. എന്നാൽ വായനയിൽ അങ്ങനെ വരില്ല. എങ്ങനെ വായിക്കാം? വായിക്കരുത്. എങ്ങനെ വായിക്കാം? വായിക്കും. നോക്കിയല്ലോ. മനസ്സിലായല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ ഇതെങ്ങനെ വായിക്കാം? മനസ്സിലായല്ലോ? അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഇതിപ്പോ നമ്മള് ഇവിടെ എഴുതിയ കണക്കിന് വായിക്കേണ്ടത് എങ്ങനെ? മനസ്സിലാക്കണം. ലക്കിൻ അങ്ങനെയാണ് ശരിക്കും വായിക്കാം. ലക്കിൻ ലഹു ബിഹി ഇങ്ങനെയാണ് കണ്ടാൽ എഴുത്തിൽ നേരെ ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ അത് നോക്കുന്നു. എന്നാൽ ശരിക്കും എങ്ങനെയാണ് വായിക്കേണ്ടത്? എന്നാണ് കാഴ്ചയിൽ ഉണ്ടാവുക. വായിക്കുമ്പോ ഓരാ നിൽക്കണം. അതുപോലെ തന്നെ അല്ല നീട്ടാൻ നീട്ടാനുള്ള അരിഫില്ല. പക്ഷെ വായിക്കേണ്ടത് ഇലാഹുൻ ഇങ്ങനെയാണ്. ഇലാഹുൻ ഇവിടെ നീട്ടാൻ ഉണ്ടാവില്ല. ഇലാഹുൻ ലക്കിൻ എന്നാണ് കാണാൻ. പക്ഷെ വായിക്കേണ്ടത് ലാക്കിൻ. ലഹു എന്നാണ് വായിക്കേണ്ടത്. ലഹു പോലെ ലഹു. അതേപോലെ തന്നെ
എഴുത്തിലും വായനയിലുള്ള മാറ്റങ്ങൾ ഇവിടെയും മനസ്സിലായല്ലോ, നന്നായി മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ എങ്ങനെ വായിക്കേണ്ടത്? ഉലുൽ അൽബാബ്. ഉലു തെറ്റി, ഉലുൽ അൽബാബ്. ദിൽ ഔതാദ് തെറ്റി, ദിൽ ഔതാദ്. ലാ തദ്ഖുലു മാലൽ യതീം. ലുൻതിഖാം തെറ്റി, ലുൻതിഖാം. ഇവിടെ ഹദ അല്ല ഹാദ, ദലിക അല്ല ദാലിക, ഇലഹുൻ അല്ല ഇലാഹുൻ, ലക്കിൻ അല്ല ലാകിൻ, ലഹു അല്ല ലഹു, ബിഹി അല്ല ബിഹി. മനസ്സിലായല്ലോ വായിക്കൽ എങ്ങനെയാണെന്നുള്ളത്? ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ് റൂമിൽ മാറ്റം സാധാരണയിൽ വരുന്ന രീതിയിലല്ല മോഡൊക്കെ ഉപയോഗിച്ച് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നന്നായി പഠിക്കുക, നല്ല കുട്ടികളാവുക, അല്ലാഹു നല്ല മക്കളാകട്ടെ, നന്നായി പഠിക്കാനുള്ള ബുദ്ധി തരട്ടെ അല്ലേ? ആമീൻ ആമീൻ. ആമീൻ പറയും. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.